ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 3/10/2024 25,266 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി പിറ്റേ ദിവസം വെള്ളിയാഴ്ച ഓപ്പൺ ആയത് ഒരു 84 പോയിന്റിന്റെ മൈനസിൽ ഗ്യാപ് ഡൗണിലായിരുന്നു. 25,181 എന്ന ലെവലിലാണ് ഓപ്പൺ ആയത്. എന്നാൽ നമ്മൾ സാധാരണയായി കണ്ടുവരാറുള്ളത് ഒരു ഗ്യാപ് ഡൗൺ കിട്ടിയാൽ പെട്ടെന്ന് തന്നെ ഒരു പുൾ ബാക്ക്, തലേദിവസം ക്ലോസ് ആയ ഏരിയയിലോട്ട് ഒരു പുൾ ബാക്ക് കിട്ടുന്നതും വീണ്ടും സെല്ലിംഗ് ഡയറക്ഷനിലോട്ട് തന്നെ പ്രൈസ് മൂവ് ചെയ്യുന്നതുമാണ്. അത് കൃത്യമായി നിരീക്ഷിച്ചിട്ടുള്ളവർക്ക്, നോക്കി നിന്നിട്ടുള്ളവർക്ക് കൃത്യമായും ഈ ഏരിയയിൽ ഒരു സെല്ല് എടുക്കാൻ കഴിയുന്നു. തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ, അതല്ലെങ്കിൽ ഈ ഏരിയയിൽ എവിടെയാണോ റിജക്ഷൻ കിട്ടിയ ലെവലുകൾ, ക്യാൻഡിലുകൾ ഉള്ളത് എന്ന് നോക്കിക്കൊണ്ട് കൃത്യമായി ആ ഒരു ലെവൽ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തും ട്രേഡ് ചെയ്യാൻ കഴിയാവുന്നതാണ്. ഇത് പിന്നോട്ടുള്ള ഏത് ദിവസത്തെ വീഡിയോ പരിശോധിച്ചാലും നമുക്ക് ഇത് കാണാനും കഴിയുന്നതാണ്. അപ്പോൾ ഈ തരത്തിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ പെട്ടെന്ന് ചെയ്യാൻ സാധിച്ചവർക്ക് തീർച്ചയായും ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടി ട്രേഡിൽ എൻ്റർ ആകാം എന്ന് കരുതിയ ഈ ക്യാൻഡിലുകളെ ശ്രദ്ധിച്ച് എൻ്റർ ആയവർക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് കിട്ടുകയാണ് ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ വീണ്ടും ഉയർന്നു വന്നപ്പോൾ ആദ്യം വന്ന ഉയരത്തേക്കാൾ ചെറിയ പോയിന്റിന് മുകളിലോട്ട് വന്നിരുന്നത് കൊണ്ട് തന്നെ വീണ്ടും കിട്ടുന്ന ഡിക്ലൈൻ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയേക്കാം എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞവർക്ക് ഇവിടെ പ്രൈസ് തിരിയുന്നത് കാണുമ്പോൾ കൃത്യമായും ഡേയ്സ് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഒരു എൻട്രി എടുക്കാൻ കഴിഞ്ഞു. പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം എന്നാണ് നമ്മളുടെ പതിവ് ഡയലോഗ്. എന്നാൽ അതും കഴിഞ്ഞ് കൃത്യമായ ഒരു ലെവലിലേക്ക് പ്രൈസ് മൂവ് ചെയ്തു. അതിനുശേഷം വീണ്ടും കിട്ടിയ ഡിക്ലൈൻ ഈ ഏരിയ അല്പം കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടെ ഒരു ബ്ലാക്ക് ലൈൻ രേഖപ്പെടുത്തി ഈ ലെവലിൽ, അതായത് ഈ ക്യാൻഡിലിന് മുകളിൽ 25,360 എന്ന ലെവലിൽ ഒരു ഗ്രീൻ ലൈൻ സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ എന്നാണ്, അതുപോലെ തന്നെ ബ്ലാക്ക് ലൈൻ എൻട്രി എന്നാണ്. ഇത് വാച്ച് ചെയ്യൂ എന്ന് പറഞ്ഞിരുന്നു ഇവിടെ. എന്നാൽ ഡൗൺ സൈഡിലോട്ടുള്ള ഒരു റിജക്ഷൻ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്നത് കാണായികയാൽ ഇവിടം ബ്രേക്ക് ചെയ്ത് കയറുകയാണ് ചെയ്തത്. ആ കയറിയ ബ്രേക്ക് ചെയ്ത് കയറുമ്പോൾ ആ ബ്രേക്ക് ഔട്ടിൻ്റെ കൂടെ ജോയിൻ ചെയ്തവർക്ക് കൃത്യമായി ഒരു എൻട്രി എടുക്കാനും ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാനും കഴിഞ്ഞിരുന്നു. വീണ്ടും അടുത്ത ലെവലിലേക്ക് ആ ടാർഗറ്റ് ഏരിയയിൽ പ്രൈസ് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നു. പുതിയ ഉയരം തരാതെ റിവേഴ്സ് ഇവിടെ ടാർഗറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ തുടർന്ന് നിഫ്റ്റി വളരെ വേഗത്തിൽ ഫാൾ ചെയ്യുകയാണ് ചെയ്തത്. നമുക്കറിയാം, ഒരു ഫാളിംഗ് ട്രെൻഡിലാണ് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏത് സമയം വേണേലും ഒരു കാത്തു നിൽക്കുകയാണ്. എന്തിന്? നിഫ്റ്റി വീണുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും കിട്ടുന്ന ഒരു അപ്പ് മൂവിൽ സെല്ലേഴ്സ് ജോയിൻ ചെയ്യാൻ വെയിറ്റ് ചെയ്യുക. അതുകൊണ്ട് ഇന്ന് വീണതും കഴിഞ്ഞ ദിവസവുമായി കമ്പയർ ചെയ്യുമ്പോൾ ആ ഡേയ്സ് ഹൈകളിലോട്ട് എത്താതെ വീണ്ടും സെല്ലിംഗ് പാറ്റേൺ പെട്ടെന്ന് തന്നെ നിഫ്റ്റി ഫാൾ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ട്രേഡിൽ എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ സാധ്യമാകുന്നതല്ല. എന്നാൽ ഇത് കൃത്യമായി നിരീക്ഷിച്ച് ആ ലെവലുകൾ ഇതേ രീതിക്കായിരുന്നു ഇവിടെയും ബിഹേവ് ചെയ്തു വന്നത്. എന്നാൽ ഉയരം കുറച്ചും കൂടെ കൂടിയതിനു ശേഷം പെട്ടെന്ന് ഡൗൺ ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ട്രേഡ് എൻ്റർ ആവാൻ കഴിഞ്ഞവർക്ക് നല്ല ലാഭം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കുന്ന അടുത്ത സപ്പോർട്ട് ലെവലിലേക്ക് വന്ന് അത് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്തത്. എങ്കിൽ പോലും പ്രൈസ് വീണ്ടും ആ സപ്പോർട്ടിന് മുകളിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. എന്തായിരുന്നാലും സാധാരണയായി ഏറ്റവും ആദ്യം പ്രോഫിറ്റ് തരുന്ന പലർക്കും അന്ന് സ്ക്രീൻഷോട്ട് നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ചെറിയ പ്രോഫിറ്റുകളിലോട്ട് ഒതുങ്ങിപ്പോയിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ അത്രയധികം പ്രോഫിറ്റ് ബോക്സുകൾ കിട്ടിയിരുന്നില്ല, P&Lകൾ നൽകിയിരുന്നില്ല. ഓക്കെ, ഇതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മൂവ്മെന്റ്. അപ്പോൾ ഈ മൂവ്മെന്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് നമുക്ക് അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള മൺഡേയിൽ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ഒരു ട്രേഡിംഗ് പ്ലാൻ തയ്യാറാക്കാൻ പറ്റുക എന്ന് പരിശോധിക്കാം. 25,022 എന്ന ലെവലാണ് ഞാൻ സപ്പോർട്ട് ലെവലായി കാണുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ 24,964 എന്ന ലെവൽ ഒരു തിൻ ലൈനിൽ സപ്പോർട്ട്, ഒരു മൈനർ സപ്പോർട്ടായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന റെസിസ്റ്റൻസ് ആയി ഞാൻ കാണുന്നത് 25,417 എന്ന ലെവലാണ്. അതിനു മുകളിൽ കഴിഞ്ഞ ദിവസത്തെ ഉയരം 25,484 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 25,180, 278 എന്നിങ്ങനെയുള്ള ലെവലുകൾ ഒരു മൈനർ റെസിസ്റ്റൻസ് ലെവലായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്.
അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിക്കുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് തോന്നിയാൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് 25,417 ഒക്കെ ആണെങ്കിൽ പോലും 25,180 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സ് ലോ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുക. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് വീണ്ടും പ്രൈസ് സഞ്ചരിക്കുകയാണെങ്കിൽ ഈ ലെവലിന് മുകളിൽ, അതായത് 25,278 എന്ന ലെവലിന് മുകളിൽ പ്രൈസ് കിടക്കുമെന്നും അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനുകൾ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജിയിൽ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. തിങ്കളാഴ്ച അടുത്ത ഒരു വീക്ക് ആരംഭിക്കുന്നതാണ്. ഒരു നല്ല പോസിറ്റീവിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ലെവലുകൾ കടന്ന് മുന്നോട്ട് കയറിയേക്കാം. സാമാന്യം നല്ല പോയിന്റിന്റെ ഒരു ഡിക്ലൈൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ഓരോ ഡിക്ലൈനും ഓരോ എൻട്രി ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് ആണെന്ന് കണ്ട് തീർച്ചയായും ഓരോരുത്തരും നല്ല സ്റ്റോക്കുകൾ ബൈ ചെയ്യാൻ ഉപയോഗിക്കും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും പ്രൈസ് പതിയെ ഗ്രാജ്വലി മുകളിലേക്ക് സഞ്ചരിക്കാനും സാധ്യതയുണ്ട്. ഈ തരത്തിലാണ് നമ്മൾ സാധാരണ ചിന്തിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്ന ഒരഭിപ്രായം. അങ്ങനെയാണ്. ഓക്കെ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. മാർക്കറ്റ് വീണ്ടും സെല്ലിംഗ് ഡയറക്ഷനിലേക്ക് കണ്ടിന്യൂ ചെയ്തേക്കാം എന്ന് മനസ്സിലാക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്ന ലെവൽ 24,964 എന്ന കഴിഞ്ഞ ദിവസത്തെ ലോയാണ്. അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും ഡിക്ലൈൻ ആകും എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. 24,880, 807, 752, 696, 651, 597 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നോക്കുമ്പോൾ ഒരുപാട് ലൈനുകൾ ഇട്ടതുപോലെ കാണാം. എങ്കിലും അവയെല്ലാം ഒരു 80 പോയിന്റിൽ കുറയാതെ ദൂരവ്യത്യാസമുള്ളവയാണ്. അതിനെല്ലാം അതിൻ്റെതായ പ്രത്യേകതകളും ഉള്ളതാണെന്നാണ് എനിക്ക് എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ലെവലുകൾ ഓരോന്നും ഡൗൺ സൈഡിലോട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഞാൻ ടാർഗറ്റ് ബുക്ക് ചെയ്യാനും വീണ്ടും റീ എൻട്രി ചെയ്യാനും ശ്രമിച്ചേക്കാം. അതല്ല ഈ വീണതുപോലെ ഒരു വൺ ടൈം ഒറ്റ ഫാളിംഗ് ആണെങ്കിൽ ടാർഗറ്റുകൾ നന്നായി ലഭിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് തിങ്കളാഴ്ചത്തേക്ക് വേണ്ടിയുള്ള നിഫ്റ്റിയിലെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. ലെവലുകൾ കാണാൻ കിട്ടുന്നത് തന്നെയാണ് എന്ന് തോന്നുന്നു. ഓക്കെ. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ 51,456 ആണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ആയി 52,254 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ലോ രേഖപ്പെടുത്താനായി 51,347 എന്ന ലെവൽ. ഇതിനിടയിൽ മൈനർ റെസിസ്റ്റൻസ് ആയി 51,827, 52,014 എന്നിങ്ങനെയുള്ള ലെവലുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഇവിടെ നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഇതാണെങ്കിൽ പോലും ഈ ഓരോ റെസിസ്റ്റൻസ് ഏരിയകളിലും ലെവലുകളിലും അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം വീണ്ടും കിട്ടുന്ന ഡിക്ലൈൻ ആണ്. ഡേയ്സിലോ ബ്രേക്ക് ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ബൈയിങ് ആക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും അവിടെ നിന്നും കോൾ ബൈ ചെയ്യും. ഡേയ്സിലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അത്തരത്തിൽ വീണ്ടും പ്രതീക്ഷിക്കുക അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഗ്രാജുവലി കയറുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസുകൾ ട്രെയിൽ ചെയ്തുകൊണ്ട് ബൈ ഓൺ ഡിപ്പ് എന്ന രീതിയിൽ ട്രേഡ് ചെയ്തേക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന പ്രധാന ടാർഗറ്റാണ് ഇത്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ലെവലിനും ഉയരത്തിന് മുകളിൽ കയറി ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് അല്പം കൂടി സ്ട്രോങ് ആയി അപ്വേർഡ് പോയേക്കാം വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈനിൽ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക.
എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ 51,347 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ക്ലോസ് ആവുകയാണെങ്കിൽ ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക. അവ 51,080, 50,946, 829, 686 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് സ്ക്രീനിൽ കാണാൻ കഴിയുമെന്നാണ് കരുതുന്നത്. അതിൽ 50,686 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്നതാണ് എൻ്റെ പ്രതീക്ഷ. അടുത്തതായി സെൻസെക്സിൽ നമ്മളുടെ ലെവലുകൾ എന്താണ് എന്ന് നോക്കാം. 81,718 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ കാണുന്നത്. അതുപോലെ 83,120 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസ് ആയി 82,239, 658 എന്നിങ്ങനെയുള്ള ലെവലുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ 83,120 എന്ന ലെവലാണെങ്കിൽ പോലും ഈ ഓരോ ലെവലുകളെയും ടെസ്റ്റ് ചെയ്ത് വീണ്ടും ഒരു ഡിക്ലൈൻ തന്ന് റീ എൻട്രിക്കുള്ള ചാൻസ് തന്നുകൊണ്ട് പ്രൈസ് അപ്വേർഡ് മൂവ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെ ഗ്രാജുവലി ഈ ഓരോ ലെവലുകൾക്ക് മുകളിലോട്ടും ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ പ്രൈസ് ഈ ലെവൽ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് കരുതുക. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയ ഉയരത്തിന് മുകളിൽ ഒരു 15 മിനിറ്റ് 1 അവർ ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ചിലപ്പോൾ റിവേഴ്സ് അപ്വേർഡ് റിവേഴ്സ് ആയേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവല് ടെസ്റ്റ് ചെയ്യുക എന്നതാണ്. അതായത് 81,417 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്യുക എന്നതാണ്. എങ്കിലും കഴിഞ്ഞ ദിവസത്തെ ലോയായ ഈ ലെവലിന് താഴോട്ട് ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ പോലും പ്രൈസ് ഡിക്ലൈൻ ആണ് എന്ന ഒരു കൺസിഡറേഷനാണ് ഞാൻ എത്തുക. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ അപ്പോഴ് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ ഞാൻ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് സെല്ലിംഗ് ഡയറക്ഷൻ തന്നെയാണ് എന്ന് അനുമാനിക്കുകയും തുടർന്ന് ഓരോ തവണയും പതുക്കെ സിഗ്സാഗായി ഈ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ്. 81,148, 81,417, 148, 80,891, 622, 80,449 എന്നിങ്ങനെയുള്ള ടാർഗറ്റുകൾ ലെവലുകളാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ലെവൽ 80,449 ആണ്. എന്നാലും ഈ ഓരോ ലെവലുകളും തീർച്ചയായും സപ്പോർട്ടായി പ്രവർത്തിക്കാവുന്നത് തന്നെയാണ്. ഇവ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല പോയിന്റുകളുടെ വ്യത്യാസമുണ്ട്. കാര്യം പെട്ടെന്ന് കാണുമ്പോൾ അടുത്തടുത്ത ലൈനുകളാണെന്ന് തോന്നാമെങ്കിലും ഇവ തമ്മിൽ നല്ല പോയിന്റുകളുടെ വ്യത്യാസമുണ്ട്. സെൻസെക്സും ബാങ്ക് നിഫ്റ്റിയുമൊക്കെ മൂവ് ചെയ്യാൻ വിചാരിച്ചാൽ ഭയങ്കര ദൂരത്തിലോട്ട് 1,000-1,200 പോയിന്റ്സ് ഒക്കെ ഒറ്റ ഡയറക്ഷനിൽ തന്നെ സഞ്ചരിച്ച് കളയുന്നതാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ലെവലുകൾ എവിടെ വേണമെങ്കിലും സപ്പോർട്ട് എടുത്ത് വീണ്ടും ഒന്ന് തിരിയാവുന്നതാണ്. അത് ഒരു കാരണവശാലും ഒരു കോള് അപ്വേർഡ് പോകാനാണ് എന്ന് കരുതുകയല്ല നമ്മൾ വേണ്ടത്. അത് വീണ്ടും സെല്ലേഴ്സിന് ജോയിൻ ചെയ്യാനുള്ള ഒരു ഇടത്തിനുള്ള പുറപ്പാടാണ് എന്ന് തന്നെയാണ് ധരിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അത്തരത്തിൽ നമ്മൾ സെല്ലിങ്ങിൽ ഏർപ്പെടുമ്പോഴും വ്യക്തമായ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകിയാൽ മാത്രമാണ് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അനുഭവം. ഞാൻ ഇത് പുതുതായി കടന്നു വരുന്നവരോടെന്ന രീതിക്ക് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും തിങ്കളാഴ്ചത്തേക്കുള്ള ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നവർ അവർക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണ്, പ്രയോജനകരമെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ദിവസവും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റുകൾ എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.